Hi guys! ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുവാണെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം വേണം ഈ ഒരു റെമഡി നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മൾ കടുക് ഉപയോഗിച്ചിട്ടുള്ളൊരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ ഡേ ക്രീമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ജെല്ലാണ്, ക്രീമല്ല ജെല്ലാണ്. ഇതാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കടുക് ചിലർക്കെങ്കിലും അലർജി ഉണ്ടാകും. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നല്ല എരിച്ചിലുണ്ടാക്കും. അതിപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, എരിച്ചിലുണ്ടാക്കും. കടുകിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. പക്ഷേ ഈ ഡ്രൈ സ്കിന്നാരും ഓയിൽ സ്കിന്നാരും ഉപയോഗിക്കുന്ന സമയത്ത് അത് 1 മിനിറ്റിന് താഴെ മാത്രമായിരിക്കും ആ ഒരു എരിച്ചിൽ അനുഭവപ്പെടുക. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നാരും ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ അവർ എരിച്ചിലുണ്ടാകും. അതുപോലെ നല്ല രീതിക്ക് റെഡ്നെസ് ആയിട്ടും നല്ലൊരു പുകച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ജെൽ അല്ലെങ്കിൽ ഒരു ക്രീം ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു മസ്റ്റാർഡ് ജെൽ അല്ലെങ്കിൽ ക്രീം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത കുത്തുകൾ എന്ന് പറയുന്ന ഫ്രിക്കിൾസ് സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ സൂര്യൻ്റെ ചൂട് ഒരുപാട് നേരം കൊള്ളുമ്പോൾ, നമ്മൾ പുറത്ത് പോയാലും അതല്ല, നമുക്ക് വീട്ടിലിരിക്കുവാണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ചൂട് ഒരുപാട് അങ്ങ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഫ്രിക്കിൾസ്. അത് ചിലരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് ബ്രൗൺ സ്പോട്ടായിരിക്കും, ചിലർക്ക് അതൊരു റെഡ് കളറായിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. ചിലർക്ക് നല്ല ഡാർക്കായിട്ട് കറുത്ത, അതിങ്ങനെ ഓരോരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അത് മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു കറുത്ത ഫ്രിക്കിൾസ്, നമ്മുടെ ആ ഒരു കറുത്ത കുത്തുകൾ പോകാനായിട്ടും നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും അൺഈവൻ സ്കിൻ ടോണും ഇതെല്ലാം തന്നെ ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആവാനായിട്ടും ഈ ഒരു മസ്റ്റാർഡ് ജെല്ല് നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഗൈസ്, ഞാനിവിടെ 2 കുഞ്ഞ് സ്പൂൺ കടുക് ഇതുപോലൊരു അരിപ്പയ്ക്കകത്ത് ആക്കിയിട്ടുണ്ട്. നമുക്കിത് കഴുകിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അരിപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ കടുകിന് അതേ സ്പൂണിൽ തന്നെ 1 സ്പൂണ് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജീരകം കേട്ടോ. വലിയ ജീരകമോ ചെറിയ ജീരകമോ, ഈ 2 ജീരകത്തിൽ ഏത് ജീരകവും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കടുകിനകത്ത് നമുക്ക് കടുക് നമ്മൾ ഇടിച്ച് പിഴിയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചെക്കിലാട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മസ്റ്റാർഡ് നമ്മൾ ചെക്കിലാട്ടി എടുക്കുകയാണെന്ന് നമുക്ക് കടുകിനകത്ത് നിന്ന് ഒരു എണ്ണ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ കടുകെണ്ണ കേട്ടോ. അപ്പോൾ ഈ ഒരു കടുകെണ്ണയ്ക്കകത്ത് കൊമഡോജനിക് റേറ്റ് കൂടുതലാണ്. കൊമഡോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു പോഴ്സ് ഇല്ലേ, ആ പോഴ്സിന് ക്ലോഗ് ചെയ്തിട്ട്, അതായത് അടച്ചിട്ട് ആ ഭാഗത്ത് പിമ്പിൾസ് വരും. പിമ്പിൾസ് വരുത്താനുള്ള എല്ലാ കഴിവും നമ്മുടെ ഈ ഒരു കടുകെണ്ണയ്ക്ക് ഉണ്ട്. അത് പിമ്പിൾസ് വരുന്നവർക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ പിമ്പിൾസ് വരാത്തവരൊന്നും ഈ ഒരു കടുകെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് തന്നെ അത് ഉപയോഗിച്ചാലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരിൽ തന്നെ നമുക്കിപ്പോൾ കോക്കനട്ട് ഓയിൽ ചേരുന്ന വ്യക്തികളുണ്ട്, കോക്കനട്ട് ഓയിൽ ചേരാത്ത വ്യക്തികളുണ്ട്. കോക്കനട്ട് ഓയിലിനകത്തും കൊമഡോജനിക് റേറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോസ് ക്ലോഗ് ചെയ്തിട്ട് നമുക്ക് അവിടെ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അതേ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിലത്തെ അതേ ഒരു കൊമഡോജനിക് റേറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കടുകെണ്ണയ്ക്കകത്തുള്ളത്. അപ്പോൾ കുരു വരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുരു വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ വന്ന് നമ്മൾ വേണം ചെയ്യാനായിട്ട്. നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പെരിഞ്ജീരകം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ കൂടി നമ്മൾ വേറൊരു സ്റ്റെപ്പും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു കുരു വരാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ആരും തന്നെ റിസൾട്ട് നല്ല രീതിക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ട് കടുകിന് പൊടിച്ചെടുത്ത് ഉപയോഗിക്കരുത്. പൊടിക്കുമ്പോൾ നമുക്ക് ആ ഒരു എണ്ണ കൂടി ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു കഷായത്തിനകത്ത് നമുക്ക് വരും. അപ്പോൾ ഞാനിവിടെ പൊടിക്കുന്നില്ല, ജസ്റ്റ് കടുക് നമ്മൾ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം 1 ടീസ്പൂണും അങ്ങനെ എടുത്ത് നല്ല രീതിക്ക് കഴുകി, നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം നല്ല രീതിക്ക് കഴുകിയിട്ട് അത് നമ്മൾ ഇതുപോലെ 1 ഗ്ലാസ് വെള്ളത്തിനകത്തിട്ട് 100 ml വെള്ളത്തിനകത്തേക്ക് നമ്മളതങ്ങ് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ആദ്യത്തെ ഒരു തിള വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം. പിന്നെ നമ്മളതങ്ങ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങ് ആക്കിയിട്ട് കഷായ പരുവത്തിൽ നല്ല രീതിക്ക് വറ്റിച്ചെടുത്തിട്ട് വരണം. ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന് 2 ടീസ്പൂൺ കിട്ടുന്ന രീതിക്ക് നമ്മൾ നല്ല രീതിക്ക് വറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മാക്സിമം നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കഷായം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഈ പരുവത്തിൽ അങ്ങ് ആവുന്ന വരേക്ക് അങ്ങ് വറ്റിച്ച് കൊണ്ടുവരാം. വറ്റിച്ചതിന് ശേഷം ഞാനിത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കഷായ
കഷായം മാത്രമായിട്ട് എടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു കടുകിൻ്റെയും അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ എല്ലാ സത്തും നമുക്ക് ആ ഒരു വെള്ളത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശം ഇത്രത്തോളമാണ് ഈ ഒരു കഷായക്കൂട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജെൽ അല്ലെങ്കിൽ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് എന്നും നമ്മൾ ജെല്ല് ഉണ്ടാക്കാനായിട്ട് നോർമൽ അലോവേറ ജെല്ലും എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇത് കുരു വരില്ല, ഈ ഒരു കടുക് ഞങ്ങൾക്ക് ഉപയോഗിച്ചാലും, ഞങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ചേരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കടുകും ചേരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുരു വരില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികളാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ, നോർമൽ സ്കിന്നുകാരോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാരോ, നിങ്ങൾക്ക് കുരു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആലോവേറ ജെൽ എടുക്കാം. അതല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ള കടുക്ക ജെൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കടുക്ക ജെല്ലും ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒരു ആലോവേറ ജെല്ലിന് പകരമായിട്ട് കടുക്ക ജെൽ ഉപയോഗിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നൈറ്റ് ക്രീം പോലെ ഇത് രാത്രി അപ്ലൈ ചെയ്യാം. ഓക്കെ, അതല്ല ഞങ്ങൾക്ക് ഡേ ടൈമിൽ ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നോർമൽ അലോവേറ ജെൽ ഉപയോഗിക്കുക, കടുക്ക ജെല്ലും ഉപയോഗിക്കരുത്. ഓക്കെ, ക്ലിയർ. ഇനി നിങ്ങൾ ഓയിൽ സ്കിന്നുകാരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ നോർമൽ അലോവേറ ജെല്ല് മാത്രം ഉപയോഗിച്ചാൽ മതി. രാത്രി നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു ടൈമിംഗ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിവിടെ ഈ ഒരു ജെല്ല് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. എന്നതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് ആ ഒരു ജെല്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ അലോവേറ ജെൽ, നോർമൽ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ ആ ഒരു കഷായക്കൂട്ട് അത് 1 ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരികയാണ്. നമ്മളിതിനകത്തൊക്കെ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിത് ഇപ്പോൾ ഡ്രൈ സ്കിന്നായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ വെളിച്ചിലുണ്ടാക്കുക ഒന്നും തന്നെ ചെയ്യത്തില്ല. നമുക്കിനി ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഒരു കഷായവും അതുപോലെ തന്നെ ഈ ഒരു അലോവേറ ജെല്ലും മാത്രം മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് രാത്രി ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആലോവേറ ജെല്ലിന് പകരം കടുക്ക ജെല്ലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആലോവേറ ജെല്ലും എങ്ങനെയായാലും പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ജെല്ലാണോ ഉള്ളത് ആ ഒരു ടൈമിംഗ് അനുസരിച്ച് അതിനകത്ത് ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രം. ഇനി ഞാൻ ഓയിൽ സ്കിന്നുകാരിലേക്ക് വരാം. ഓയിൽ സ്കിന്നുകാർ മസ്റ്റായിട്ടും ഈ ഒരു ആലോവേറ ജെല്ല് ഉപയോഗിച്ചിട്ട്, ആലോവേറയോ അല്ലെങ്കിൽ കുക്കുംബർ ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കുക. എന്നതിന് ശേഷം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ടാവും. ഏകദേശം അതൊരു 1 മിനിറ്റിന് താഴെ മാത്രം, 1 മിനിറ്റിന് താഴെ മാത്രമായിരിക്കും ആ ഒരു നീറ്റിൽ അനുഭവപ്പെടുക. ഓക്കെ, അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ സ്കിന്നുകാർ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റ് വയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ കടലമാവ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി, ഈ 2 പൗഡർ, വേറെ ഏത് പൗഡർ എടുക്കരുത്. ഈ 2 പൗഡറിൽ ഏതെങ്കിലും ഒരു പൗഡർ അത് നിങ്ങൾക്ക് ഏതാണോ സെറ്റ് അത് നിങ്ങൾ എടുക്കുക. എന്നതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തുടച്ച് കളയുക കേട്ടോ. ഇങ്ങനെ ചെയ്തു വരണം. അതും ആഴ്ചയിൽ 2-3 തവണ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോർമൽ സ്കിന്നുകാരാണെങ്കിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മസ്റ്റാർഡിൻ്റെ ജെല്ല് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം, പ്രശ്നമല്ല. പക്ഷേ ഓയിൽ സ്കിന്നുകാർക്ക് നമുക്ക് ഡെയിലി നമുക്ക് മുൾട്ടാണി മിട്ടിയുടെ പൗഡറും കടലപ്പൊടിയും അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം. ഈ ഒരു ജെല്ല് ഡെയിലി ഉപയോഗിക്കും. അപ്പോൾ മുൾട്ടാണി മിട്ടി ചേരുന്നവർ, കടലമാവ് ചേരാത്തവർ മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചിട്ടല്ലേ ഇത് ഫേസ് വാഷ് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ മാത്രമായിട്ട് ഈ ഒരു ജെല്ല് ഉപയോഗിക്കാനായിട്ട് നോക്കുക. കാരണം മുൾട്ടാണി മിട്ടി നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് വരും. പിന്നെ പിമ്പിൾസ് വന്നിട്ട് അയ്യോ ചേച്ചി പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡാണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല റെമഡീസ് ഞാൻ വേറെ നമ്മുടെ ചാനലിൽ തന്നെ, ഈ ഒരു ചാനലിൽ തന്നെ വേറെ റെമഡീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സൂട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെക്കിൾസ് പോകാനായിട്ടുള്ള ഈ ഒരു ജെല്ല് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമ്മളിത് കൈയിടാതെ ഒരു നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15-20 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു ഫ്രെക്കിൾസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഫെയ്ഡ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മറ്റു താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.